ആരോ ഫോർവേഡ് ചെയ്തല്ല നിങ്ങള് വസ്തുത അറിയാണ്ട് അത് ഇടാൻ പാടില്ല. ലിമിറ്റാക്കിയിട്ടില്ല നമ്മളെല്ലാ അത് ഞാൻ കൊറേ നോക്കിയില്ല പീഡിയന്റെ അടുത്ത്. നിങ്ങള് പെരിങ്ങത്തൂര് കടയിൽ നടത്തിയ ആളല്ലേ? അല്ല ഡിലീറ്റ് ആക്കണ്ട ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇതിന്റെ വസ്തുത എന്നാണ് പറഞ്ഞത്. ഇത് ഇടത്ത് വന്ന് നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വനിതാ നേതാവിന്റെ വീട്ടിൽ കയറി MLA നാട്ടുകാരും ഭർത്താവും ചേർന്ന് പിടികൂടി. എന്താണ് ഇതിന്റെ വസ്തുത? അറിയാത്ത കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം നല്ലതിന്. അറിഞ്ഞുകൂടാ ഫോട്ടോ കംപ്ലീറ്റ് നിങ്ങളെ ഫോട്ടോ മുക്കിൽ പിടിയ വിപാട് നടന്നില്ലേ? നിങ്ങൾ അറിയുന്നുണ്ടോ നമ്മളിവിടെ വന്നു? നിങ്ങൾക്ക് നേർക്ക് വന്നേച്ചാൽ വേറെ ഒരു ഉപദ്രവം കാര്യമല്ല. നിങ്ങളെ വസ്തുത എന്താണോ നിങ്ങൾ മനസ്സിലാക്കി അത് നമ്മളെ ബോധ്യപ്പെടുത്തണം. എന്താണോ ഒന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ വരുന്നില്ല, ഇതിലിങ്ങനെ വരുന്നോണ്ട് ഇതിപ്പം ഫോർവേഡ് നമ്മള് നിങ്ങൾ എന്തിനു ചെയ്തു? ആരെ കുറിച്ചാണ് നിങ്ങൾ ഇട്ടത്? അതും അറിയില്ല. വെറുതെ മുറുക്കാൻ തിന്നിട്ട് ഇങ്ങനെ ഇടുക, ഇരുന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ചിരിക്കല്ല. അറിഞ്ഞുകൂടാത്ത പരിപാടി നിൽക്കാൻ പാടില്ല. നിങ്ങളെ വീട്ടിലായതുകൊണ്ട് മാന്യമായിട്ട് സംസാരിക്കുന്നു. ഇനി അതേ സമയം റോഡിലാണെങ്കിൽ എന്റെ മജീദ് നിങ്ങളോട് ഏത് രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നത്? പിന്നെ നിങ്ങള് വസ്തു പറയേണ്ട എന്തിനാ ഇതിട്ടത്? പിന്നെ എന്തിനാ നിങ്ങൾ ഒരു ഇതിട്ട പറവൂര് നിങ്ങളൊരു സംഭവമായിട്ട് ഇട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് അതിന്റെ വസ്തുത നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തിനാ ചെയ്തത്? നിങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മളിവിടെ വന്നേ. എത്ര പാർട്ടി ഗ്രൂപ്പ് ഞാനല്ല ഉണ്ടാക്കുന്നേ. നിങ്ങൾ ഇട്ടൊരു പോസ്റ്റ് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനല്ല. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇട്ടതെങ്ങനെയാ? ചിരിക്കല്ല, ഇട്ടതെങ്ങനെയാ? ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഫോർവേഡ് അല്ല, നിങ്ങളിട്ട പോസ്റ്റാണ്. എന്തിനാ ഇട്ടത്? ഞാൻ പറയുന്നില്ലല്ലോ. ഇല്ലല്ല, നിങ്ങൾ ഇട്ട് അതിനുള്ള വസ്തു എന്നാ പറ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വസ്തുത പറ. ഫോർവേഡ് അല്ല, പോസ്റ്റാണ്. ഇല്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിന്നെ നിങ്ങൾ ഇട്ടത് ഒന്നും അറിഞ്ഞുകൂടാണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം എന്താണ്? വസ്തുത ഇല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആരാ നിങ്ങളെ പിന്നിൽ? ആരാന്ന് എന്റെ ആളാരാ? മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ലൊരു പണി തിരിച്ചു തരാതെ വെച്ചിട്ട് ഇട്ടായിരിക്കും. മാങ്കൂട്ടത്തിന്റെ വിഷയം പുരല്ല ഈ വിഷയം. എന്ത് വസ്തുത? ഇങ്ങനെ വരുന്നേ നമ്മളിപ്പോ. പക്ഷെ അത് എത്ര ആളുകൾ കാണുന്നുണ്ട്? കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറിഞ്ഞൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയം എന്ന് വെച്ചാല് നമ്മളായിട്ട് മോശപ്പെട്ട കാര്യമില്ലല്ലോ. ജനാധിപത്യ ഒരു സമ്പ്രദായം. ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാ മോശമായ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രൂപത്തിൽ ക്ഷീണം. നിങ്ങൾ അയലിലെ വസ്തുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഒന്നിനും നിൽക്കില്ല. രാഷ്ട്രീയത്തിലെ നമ്മൾ വേറെ രൂപത്തില് ഈ വീട്ടിലായതുകൊണ്ട് നിങ്ങളോട് ഈ രൂപത്തിൽ നമ്മൾ സംസാരിച്ചു കൊടുക്കും. ഇനി ഈ റോട്ടുമല മറുവശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ പ്രശ്നം നേരിടേണ്ടി വരും. നേരിടേണ്ടി വരും. പറഞ്ഞു